അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നിസ്കാരത്തിലെ ഫർളുകളും സുന്നത്തുകളുമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ റുക്കോയിലെ ഓരോ സുന്നത്തും ഫർളുകളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. റുക്കോയിലേക്ക് നമ്മൾ എത്തിയെങ്കിലും അതുവരെയുള്ള കാര്യങ്ങളിൽ സുന്നത്തുകൾ ഏതാണ്, ഫർളുകൾ ഏതാണ് എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. പിന്നീട് നമ്മൾ ചെയ്യുന്നത് റുക്കോഅ് കഴിഞ്ഞാൽ റുക്കോയിൽ നിന്ന് നമ്മൾ പിന്നീടുള്ള ഫർള് ഇഅ്തിദാലാണ്. ഇഅ്തിദാല് എന്ന് പറയുമ്പോൾ റുക്കോയിൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക്, അതായത് അവൻ റുക്കോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നു? നിന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ നൃത്തത്തിലേക്ക് മടങ്ങി വരുന്നതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുന്നത്. ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇഅ്തിദാലിലേക്കുള്ള ഉയരൽ മറ്റൊരു ഉദ്ദേശത്തോടെ ആവാതിരിക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ റുക്കോയിലായിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റു, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ വല്ല ജീവിയോ എന്തെങ്കിലും അപകടം സംഭവിക്കുക എന്ന് കരുതി പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് എണീറ്റപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്, ഇനി ഇതാണ് ഇഅ്തിദാലാക്കിയാൽ പോരാ. ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു ഉദ്ദേശം വരാൻ പാടില്ല, വേറൊന്നിന് വേണ്ടി ഉയരലാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ് നിർബന്ധം, ഇനിയുള്ളത് സുന്നത്തുകളാണ്. ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ എല്ലാ വരവുകളിലും നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. എന്നാൽ ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്നിട്ട് ആ നൃത്തത്തിൽ ഇഅ്തിദാൽ വെച്ചുകൊണ്ട് ചെല്ലേണ്ടത് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. ഇത് ചെല്ലൽ സുന്നത്താണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. ഈ ദിക്ർ ചെല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിൽ, അതുപോലെ റമദാൻ അവസാന പകുതിയിൽ വിത്തറിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ 15-ാം നോമ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ 16-ാമത്തെ തറാവീഹ് നിസ്കരിച്ചതിൻ്റെ ശേഷമുള്ള വിത്തറിൽ അവസാന റക്അത്തിലും അവസാന ഇഅ്തിദാലിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറയുന്നത് വരെ, വഫാത്താവുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട് എന്നുള്ള ഹദീസാണ് ഇതിൻ്റെ തെളിവ്. അതുകൊണ്ട് ഈ ഫർളുകളും സുന്നത്തുകളും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഫർളുകൾ വിട്ടുപോവാതെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ പൂർണ്ണമാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുന്നത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കുറയുകയേ ഉള്ളൂ, നമ്മുടെ ഇബാദത്തിൻ്റെ ഭംഗം വരില്ല. ഫർളുകൾ വിട്ടുപോയാൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.